ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ EVS ക്ലാസ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് മണ്ണുണ്ടാകുന്നത് പഠിച്ചല്ലേ. ഫോർമേഷൻ ഓഫ് ദ സോയിൽ പഠിച്ചു. നമ്മൾ പഠിച്ചു ഏതെല്ലാം ടൈപ്സ് ഓഫ് മണ്ണുണ്ടെന്ന് പഠിച്ചു. അലൂവിയൽ സോയിൽ, സാൻഡ് സോയിൽ, റെഡ് സോയിൽ, ക്ലേ സോയിൽ ആൻഡ് ബ്ലാക്ക് സോയിൽ. ഇതെല്ലാം നമ്മൾ പഠിച്ചല്ലേ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? കോമ്പോസിഷൻ ഓഫ് ദ സോയിൽ. പേജ് നമ്പർ 113. കോമ്പോസിഷൻ ഓഫ് ദ സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണിൽ എന്തെല്ലാം. ഫ്രണ്ട്സ്, വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ദ ടോപ്പ് സോയിൽ? മേൽമണ്ണിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ? ലെറ്റ് us ട്രൈ എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്ത് നോക്കാം. കളക്ട് സോയിൽ ഫ്രം വേരിയസ് പ്ലേസസ് ലൈക്ക് ദ ഏരിയ അറൗണ്ട് ദ വെൽ ഇൻ യുവർ സ്കൂൾ, the schoolyard, area around a tree and the playground. See that you take the same quantity of soil from all these places. Put them in different glasses. Pour water and stir well. Keep them still for some time. What all do you see? Dear friends, write down the experiment note in the environment diary. ഓക്കെ, നിങ്ങൾ മേൽമണ്ണിൽ 4 സ്ഥലത്തെ മേൽമണ്ണ് കളക്ട് ചെയ്യണം. ഏതെല്ലാം സ്ഥലത്തെ മേൽമണ്ണ് കളക്ട് ചെയ്യേണ്ടത്? നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള കിണറിൻ്റെ അടുത്ത് മണ്ണ്, പിന്നെ സ്കൂൾ ഗ്രൗണ്ടിലെ മണ്ണ്, പിന്നെ ഏരിയ അറൗണ്ട് എ ട്രീ, മരത്തിന് ചുറ്റുമുള്ള ആ പ്രദേശത്തിൻ്റെ മണ്ണ്, മരത്തിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണ്, പ്ലേ ഗ്രൗണ്ടിൽ നിന്നുള്ള മണ്ണ്. പ്ലേ ഗ്രൗണ്ടിലെ മണ്ണ് വേണം, മരത്തിൻ്റെ അടിയിലെ മണ്ണ് വേണം, സ്കൂൾ ഗ്രൗണ്ടിലെ മണ്ണ് വേണം, സ്കൂളിനടുത്തുള്ള കിണറ്റിൻ്റെ അടുത്ത് മണ്ണ് വേണം. See that you take the same quantity of soil from all these places. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മണ്ണെല്ലാം ശേഖരിച്ച് ഒരേ അളവിൽ വേണം ശേഖരിക്കാൻ. ഒരേ അളവിൽ വേണം, കൂടുതലും കുറയാനും ഒരേ അളവിൽ. ഓക്കെ, ദെൻ പുട്ട് ദം ഇൻ ഡിഫറെൻറ്റ് ഗ്ലാസസ്. നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ഇതെല്ലാം ഓരോരോ ഗ്ലാസ്സിൽ, ഓരോ സ്ഥലത്ത് ശേഖരിച്ച മണ്ണ് ഓരോ ഡിഫറെൻറ്റ് ഗ്ലാസ്സിൽ ഒഴിക്കണം. പോർ വാട്ടർ ആൻഡ് സ്റ്റിർ വെൽ. അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കണം. സ്റ്റിർ വെൽ. കീപ് ദം സ്റ്റിൽ ഫോർ സം ടൈം. കുറച്ച് നേരം അനക്കാതെ വയ്ക്കുക. വാട്ട് ഓൾ ഡു യു സീ? കൂട്ടുകാർക്ക് എന്തൊക്കെല്ലാം കാണാൻ പറ്റുന്നത്? വാട്ട് ഓൾ ഡു യു സീ ഡിയർ ഫ്രണ്ട്സ്? റൈറ്റ് ഡൗൺ ദി എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ ദ എൻവയൺമെൻറ്റ് ഡയറി. നിങ്ങൾ പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ EVS നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്ത മക്കൾ. പേജ് നമ്പർ 114 എടുത്തോ? ഓക്കെ, നെക്സ്റ്റ് പേജ് 114. ഓക്കെ, you might have seen soil settling down at the bottom of the glass. What else do you see apart from soil? നിങ്ങൾ കണ്ടു കാണുമല്ലേ, ഗ്ലാസ്സിനടിയിൽ മണ്ണ് അടിഞ്ഞു കൂടിയത് ശ്രദ്ധിച്ചില്ലേ? പിന്നെ മണ്ണ് കൂടാതെ മറ്റെന്തെല്ലാം കാണുന്നുണ്ട്? What else do you see apart from soil? Aren't there certain other particles floating on the surface of the water in the glass? ഗ്ലാസ്സിലെ വെള്ളത്തിന് മുകളിലും ചില വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നില്ലേ, കാണുന്നില്ലേ? Then is the amount of particles in the soil taken from all 4 areas the same? മക്കൾ കണ്ടോ? 4 സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള മണ്ണിലും ഒരേപോലെയാണോ മറ്റ് വസ്തുക്കൾ ചേർന്നിട്ടുള്ള കാണുന്നത്? വേസ്റ്റുകൾ ഒരേപോലെയാണോ കാണുന്നത്? അല്ല. ആണോ? അല്ല. ഇൻ വിച്ച് സോയിൽ വേർ ദ അതർ പാർട്ടിക്കിൾസ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റി? എവിടെ നിന്ന് എടുത്ത് ശേഖരിച്ച മണ്ണിലാണ് കൂടുതൽ വസ്തുക്കൾ കാണുന്നത്? ഏത് പ്രദേശത്ത് ശേഖരിച്ച മണ്ണിലാണ് കൂടുതൽ വസ്തുക്കൾ കാണുന്നത്? എവിടെ നിന്നാണ്? മരത്തിൻ്റെ അടിയിൽ നിന്നല്ലേ? യെസ്. വാട്ട് ആർ ദ തിങ്സ് യു കുഡ് സീ ഇൻ ദ സോയിൽ? നിങ്ങൾക്ക് മണ്ണിൽ എന്തെല്ലാം വസ്തുക്കളാണ് കാണാൻ കഴിഞ്ഞത്? നിങ്ങളിങ്ങനെ ഗ്ലാസ്സിൽ ശേഖരിച്ചു, അതിന് ഒരേ എമൗണ്ട് ശേഖരിച്ച് 4 സ്ഥലത്ത് നിന്ന് അതിൽ വെള്ളം ഒഴിച്ച് വെച്ച് നന്നായി ഇളക്കി വെച്ച് അതിനുശേഷം നിങ്ങൾ കണ്ടു കുറേ വസ്തുക്കൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. ഓരോ ഗ്ലാസ്സിലും എന്തെല്ലാം പൊങ്ങിക്കിടക്കുന്നു നിങ്ങൾ കണ്ടല്ലേ? എവിടെയാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി. ഏത് പ്രദേശത്തിന് കളക്ട് ചെയ്തില്ല മനസ്സിലായി. പിന്നെ എന്തെല്ലാം ഉണ്ടെന്ന് എന്തെല്ലാമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച്. എന്തെല്ലാം കണ്ടു? ഡ്രൈ ക്രംബിൾഡ് ലീവ്സ്, ഉണങ്ങിപ്പൊടിഞ്ഞ ഇലകൾ. ക്രംബിൾഡ് ടിക്സ്, ചുള്ളിക്കമ്പ് പൊടിഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു ടൈനി ക്രീച്ചേഴ്സ്,
ഓരോ സ്ഥലത്തും എടുത്തതിൽ ഇങ്ങനെ കാണാൻ പറ്റിയില്ല, ടൈനി ക്രീച്ചേഴ്സിനെ കാണാൻ പറ്റി. പിന്നെ പീസ് ഓഫ് പേപ്പർ, ഗ്രൗണ്ടിലൊക്കെ പേപ്പർ കഷ്ണങ്ങൾ കാണുമല്ലേ, പീസ് ഓഫ് പേപ്പർ കണ്ടു, പേപ്പർ പീസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പീസ് ഓഫ് പ്ലാസ്റ്റിക് കാണാൻ പറ്റി, പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ കാണാൻ പറ്റി. പിന്നെ പീസ് ഓഫ് ഗ്ലാസിൻ്റെ കഷ്ണങ്ങൾ കാണാൻ പറ്റി. പിന്നെ എന്താണ് സ്വീറ്റ് പാക്കറ്റ്, മിഠായി പൊതികൾ, അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടല്ലേ. എന്തെല്ലാം ഗ്രൗണ്ടിൽ അതെല്ലാം കുറേ വേസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്ലാസ്സുകളിൽ പൊങ്ങിക്കിടക്കുന്ന നിങ്ങൾ കണ്ടല്ലോ, കുറേ വേസ്റ്റുകൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന നിങ്ങൾ കണ്ടു ഗ്ലാസ്സിൻ്റെ മുകളിൽ. ഓക്കെ, മോസ്റ്റ് ഓഫ് സച്ച് പാർട്ടിക്കിൾസ് ദറ്റ് കളക്ട് ഓൺ ദ ടോപ്പ് സോയിൽ ഡീക്കേ ഇൻ ദ സോയിൽ ആൻഡ് മേക്ക് ഇറ്റ് ഫെർട്ടൈൽ. മക്കളെ, ഈ മേൽമണ്ണിൽ ടോപ്പ് സോയിലിൽ അടിഞ്ഞു കിടക്കുന്ന ഇത്തരം വസ്തുക്കളിൽ മിക്കവാറും മണ്ണിൽ അലിഞ്ഞു ചേരും. മിക്കവാറും ദാറ്റ് മീൻസ് ഈ ഇല ചുള്ളിക്കമ്പ് അത് ചീഞ്ഞ് പൊടിഞ്ഞ് അവിടെ ചേരും, മണ്ണോട് മണ്ണാകും. ഇലകൾ അങ്ങനെയാകും. പിന്നെ പ്രാണികളൊക്കെ ചത്തവിടെ ആകും. ഇങ്ങനെയുള്ള ചിലതെല്ലാം ഇങ്ങനെ കുറേ കാര്യങ്ങളവിടെ അടിഞ്ഞുകൂടും, മണ്ണിലേക്ക് അടിയും. ഓക്കെ, അലും ചേരും മണ്ണ്. അന്നേരം എന്താകും, മണ്ണ് നല്ല ഫെർട്ടൈൽ സോയിലാകും, നല്ല വളക്കൂറുള്ളതായി മാറും. ഓക്കെ, മോസ്റ്റ് ഓഫ് സച്ച് പാർട്ടിക്കിൾസ് ദറ്റ് കളക്ട് ഓൺ ദ ടോപ്പ് സോയിൽ ഡീക്കേ ഇൻ ദ സോയിൽ ആൻഡ് മേക്ക് ഇറ്റ് ഫെർട്ടൈൽ. പ്ലാന്റ്സ് ഗ്രോ വെൽ ഇൻ ദിസ് സോയിൽ. ഇങ്ങനെയുള്ള ഫെർട്ടൈൽ സോയിലിൽ പ്ലാന്റ്സ് നന്നായി വളരും. സച്ച് ഫെർട്ടൈൽ സോയിൽ ഈസ് ദ ബെസ്റ്റ് ഫോർ കൾട്ടിവേഷൻ. ഇങ്ങനെയുള്ള ഇത്രയും വളക്കൂറുള്ള മണ്ണ് എന്തിനാണ് നല്ലത്? കൾട്ടിവേഷന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മണ്ണാണ് വളക്കൂറുള്ള മണ്ണ്. കൾട്ടിവേഷന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മണ്ണാണ് ഏത്? ഈ ഫെർട്ടൈൽ സോയിൽ. മോസ്റ്റ് ഓഫ് സച്ച് പാർട്ടിക്കിൾസ് ദറ്റ് കളക്ട് ഓൺ ദ ടോപ്പ് സോയിൽ decay in the soil and make it fertile. Plants grow very well in the soil. Such fertile soil is the best for cultivation. ഓക്കെ, മേൽമണ്ണിൽ അടിഞ്ഞുകൂടുന്ന ഈ വസ്തുക്കളൊക്കെ ഇല്ലേ, അത് മിക്കവാറും മണ്ണോട് അലിഞ്ഞു ചേരും, മണ്ണും നല്ല വളക്കൂറുള്ളതായി മാറും. പക്ഷേ പ്ലാസ്റ്റിക് ഒന്നും അരിഞ്ഞു ചേരുകയില്ല കേട്ടോ. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അലിഞ്ഞു ചേരുക, മറ്റുള്ള സാധനങ്ങളെല്ലാം അലിഞ്ഞു ചേരും. പിന്നെ അന്നേരം എന്താണ്, ഇങ്ങനെയുള്ള മണ്ണെന്ന് വളരെ ഫെർട്ടൈൽ സോയിലാകും. അവിടെ എന്ത് നട്ടാലും നന്നായി വളരും. കൃഷിക്കേറ്റം യോജിച്ചതും ഇങ്ങനെയുള്ള മണ്ണാണ്. ഓക്കെ, മണിക്കുട്ടി, ദ സോയിൽ ഹാസ് അബ്സോർബ്ഡ് ഓൾ ദ വാട്ടർ ഐ പോർഡ് ഔട്ട് ഫോർ ദിസ് പ്ലാന്റ്. വിൽ ദ പ്ലാന്റ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് സം? മണിക്കുട്ടി, ഞാൻ ഈ ചെടിക്ക് ഒഴിച്ച വെള്ളമെല്ലാം മണ്ണ് കുടിച്ചല്ലോ, ചെടിക്ക് കുറച്ചെങ്കിലും കിട്ടുമോ? മണിക്കുട്ടിയോട് പറയാണ്, ദ സോയിൽ ഹാസ് അബ്സോർബ്ഡ് ഓൾ ദ വാട്ടർ ഐ പോർഡ് ഔട്ട് ഫോർ ദിസ് പ്ലാന്റ്. വിൽ ദ പ്ലാന്റ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് സം? ഞാൻ ഈ ചെടിക്ക് ഒഴിച്ച മണ്ണെല്ലാം ഈ മണ്ണങ്ങോട്ട് വലിച്ചെടുത്തു. ഈ ചെടിക്ക് ഒഴിച്ച വെള്ളമെല്ലാം മണ്ണ് വലിച്ചെടുത്തു. ഞാൻ ഈ ചെടിക്ക് ഒഴിച്ച വെള്ളമെല്ലാം ആര് കുടിച്ചു? ഈ മണ്ണങ്ങോട്ട് കുടിച്ചു. എന്തെങ്കിലും ചെടിക്ക് കുറച്ചെങ്കിലും കിട്ടുമോ? ഉണ്ണിക്കുട്ടാ, ഈസ് ഇൻ ദ സോയിൽ ഡ്രൈഡ് ബൈ ദ ഹീറ്റ് ഓഫ് ദ സൺ? ഇറ്റ് വുഡ് ഓൾസോ ബി തേഴ്സ്റ്റി. ഇറ്റ് ഈസ് ദ വാട്ടർ ഇൻ ദ സോയിൽ ദറ്റ് എ പ്ലാന്റ് അബ്സോർബ് ത്രൂ ഇറ്റ്സ് റൂട്ട്സ്. ഉണ്ണിക്കുട്ടാ, നല്ല വെയിൽ കൊണ്ട് ഇതെല്ലാം ഈ മണ്ണെല്ലാം ഉണങ്ങിക്കിടക്കുക. മണ്ണിനുകൊണ്ട് നല്ല ദാഹം ഇല്ലേ, മണ്ണിനും കാണും നല്ല ദാഹം. മണ്ണിലെ വെള്ളമാണ് ചെടി വേരിലൂടെ വലിച്ചെടുക്കുന്നത്. ഈ മണ്ണിൻ്റെ അകത്തെ വെള്ളമാണ് ചെടി എങ്ങനെ വലിച്ചെടുക്കുന്നത്? വേരിലൂടെ വലിച്ചെടുക്കുന്നത്. ഉണ്ണിക്കുട്ട, ഈസ് ഇൻ ദ സോയിൽ ഡ്രൈഡ് ബൈ ദ ഹീറ്റ് ഓഫ് ദ സൺ. ഉണ്ണിക്കുട്ട, വെയിൽ കൊണ്ട് മണ്ണെല്ലാം ഉണങ്ങിക്കാണുമില്ലേ? ഇറ്റ് വിൽ ഓൾസോ ബി തേഴ്സ്റ്റി. മണ്ണും ദാഹിച്ച് നിൽക്കുകയാണ്, മണ്ണിനുകൊണ്ട് ദാഹം. ഇറ്റ് ഈസ് ദ വാട്ടർ ഇൻ ദ സോയിൽ ദാറ്റ് എ പ്ലാന്റ് അബ്സോർബ് ത്രൂ ഇറ്റ്സ് റൂട്ട്. ഈ മണ്ണിലുള്ള വെള്ളമാണ് ചെടികൾ വേരിലൂടെ വലിച്ചെടുക്കുന്നത്. മനസ്സിലായോ ഉണ്ണിക്കുട്ട? നെക്സ്റ്റ് പേജ് എടുത്ത മക്കൾ. നെക്സ്റ്റ് പേജ് എന്താണ് ഇവിടെ ഉള്ളത്? സോയിൽ ആൻഡ് വാട്ടർ. സോയിൽ ആൻഡ് വാട്ടർ. ഓക്കെ, എല്ലാ മണ്ണും മക്കളെ, എല്ലാ മണ്ണും ജലം കുടിക്കും. പക്ഷെങ്കിൽ ഒരുപോലെയല്ല. അതാ പറയുന്നത് സോയിൽ ആൻഡ് വാട്ടർ, മണ്ണും വെള്ളവും. ഡു ഓൾ ടൈപ്സ് ഓഫ് സോയിൽ ഹോൾഡ് വാട്ടർ ഇൻ ദ സെയിം ക്വാണ്ടിറ്റി? പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ്. അടുത്ത എക്സ്പെരിമെൻറ്റ് ചെയ്യാവുന്നത് എന്താണ്? എല്ലാ മണ്ണും ജലം പിടിച്ചു നിർത്തുന്ന ഒരുപോലെയാണോ? അടുത്ത പരീക്ഷണത്തിന് തയ്യാറായിക്കൊള്ളാം. എല്ലാ മണ്ണും ജലം പിടിച്ചു നിർത്തുന്ന ഒരുപോലെയാണെന്ന്. ഡു ഓൾ ടൈപ്സ് ഓഫ് സോയിൽ ഹോൾഡ് വാട്ടർ ഇൻ ദ സെയിം ക്വാണ്ടിറ്റി ചോദിച്ചിരിക്കാം. നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാമെന്ന്.
കളക്ട് മഡി സോയിൽ, ചില മണ്ണിലോട്ട് വെള്ളം ഒഴിക്കുമ്പോഴേക്കും ആ മണ്ണ് കുടിക്കും, ചിലത് അങ്ങനെ തന്നെ പൊങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറയും. ഇത് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാമെന്ന് മണിക്കുട്ടി ഉണ്ണിക്കുട്ടനോട് പറയുകയാണ്. കളക്ട് മഡി സോയിൽ ഫ്രം ദ ഫീൽഡ്, റെഡ് സോയിൽ ആൻഡ് സാൻഡി സോയിൽ. ഓക്കെ, ഫീൽഡിൽ പോയിട്ട് എന്തെടുക്കണം? മഡി, ചെളിമണ്ണ്. കളക്ട് മഡി സോയിൽ ഫ്രം എ ഫീൽഡ്, റെഡ് സോയിൽ ആൻഡ് സാൻഡി സോയിൽ. യു മസ്റ്റ് കളക്ട് ഒൺലി ഡ്രൈ സോയിൽ. യു മസ്റ്റ് കളക്ട് ഒൺലി ഡ്രൈ സോയിൽ. മക്കളെ, വയലിലെ ചെളിമണ്ണ്, വയലിലെ ചെളിയൊക്കെ അല്ല, അപ്പടി ചെളിയും വെള്ളവും എല്ലാം ഉണ്ട്. പിന്നെ ചെമ്മണ്ണ്, ചുമന്ന മണ്ണ് എടുക്കണം. പിന്നെ മണൽ മണ്ണ് എന്നിവ എടുക്കണം. എങ്ങനെയുള്ള എടുക്കണം? യു മസ്റ്റ് കളക്ട് ഒൺലി ഡ്രൈ സോയിൽ. നന്നായി ഉണങ്ങിയ മണ്ണാണ് ശേഖരിക്കേണ്ടത്. ഇങ്ങനെ എടുക്കുന്ന ഈ സാൻഡി സോയിലൊക്കെ ഉണങ്ങിയതെടുക്കണം. ചുമന്ന മണ്ണും ഉണങ്ങിയതെടുക്കണം. പിന്നെ മഡി സോയിലും ഉണങ്ങിയിട്ടുണ്ടാവും, ചെളിമണ്ണ് ഉണങ്ങിയതുണ്ടാവും, അതെടുക്കണം. ഓക്കെ, ഉണങ്ങിയ ചെളിമണ്ണും ഉണങ്ങിയ റെഡ് സോയിലും ഉണങ്ങിയ സാൻഡി സോയിലും എടുക്കേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യണം? ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് പുട്ട് ഹോൾസ് ഇൻ ദം. അതിനുശേഷം എന്ത് ചെയ്യണം? 3 കണ്ണുള്ള ചിരട്ട എടുക്കണം. 3ലും എന്ത് ചെയ്യണം? പുട്ട് ഹോൾസ് ഇൻ ദം, ഹോൾസ് ഉണ്ടാക്കണം, ദ്വാരം ഇടണം. കീപ് കോട്ടൺ ഓർ ക്ലോത്ത് ഇൻ ദ ഹോൾ ഓഫ് ദ കോക്കനട്ട് ഷെൽസ്. കീപ് കോട്ടൺ ഓർ ക്ലോത്ത് ഇൻ ദ ഹോൾ ഓഫ് ദ കോക്കനട്ട് ഷെൽസ്. പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ ചിരട്ടയുടെ ഹോൾസിൽ വയ്ക്കുക. ഓക്കെ, ഫിൽ ദ 3 കോക്കനട്ട് ഷെൽസ് വിത്ത് സോയിൽ കളക്റ്റഡ്. പിന്നെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്ത് മണ്ണ് എന്ത് ചെയ്യണം? 3 ചിരട്ടകളിലുമായിട്ട് നമ്മൾ നിറയ്ക്കണം. ഓക്കെ, സീ ദാറ്റ് ദ സോയിൽ ഈസ് ടേക്കൺ ഇൻ ഈക്വൽ ക്വാണ്ടിറ്റീസ്. 3ലും ഒരേപോലെ തുല്യ അളവിൽ വേണം നിറയ്ക്കാനായിട്ട്. നൗ പ്ലേസ് ദീസ് കോക്കനട്ട് ഷെൽസ് ഓൺ എ ഗ്ലാസ് ടംബ്ലർ ഈച്ച്. ഈ ചിരട്ടയ്ക്കകത്ത് മണ്ണ് നിറയ്ക്കാൻ പറഞ്ഞത്, ഈ മണ്ണ് നിറച്ച ചിരട്ട ഓരോ ഗ്ലാസ് ടംബ്ലറിൻ്റെ മുകളിൽ വയ്ക്കുക. ഈ പിക്ചറിൽ കാണിച്ച പോലെ തന്നെ ഗ്ലാസ് ടംബ്ലറിൻ്റെ മുകളിൽ വയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഗ്ലാസിൻ്റെ മുകളിലോട്ട് വെച്ചില്ലേ, ചിരട്ടകൾ ഓരോന്നും വെച്ചില്ലേ, മണ്ണ് നിറച്ച് ഒരേ അളവിൽ മണ്ണ് നിറച്ച് വെക്കുക. വയലിലെ മണ്ണ് വേണം, പിന്നെ ചുവന്ന മണ്ണ് വേണം, പിന്നെ സാൻഡി സോയിൽ വേണം. ഓക്കെ, മണൽ മണ്ണ്, സാൻഡി സോയിൽ, മണൽ മണ്ണ്, ഇത് 3 ഓരോ ചിരട്ടകൾ നിറച്ച് ഓരോ ഗ്ലാസിൻ്റെ മുകളിൽ വയ്ക്കുക. ഇനി എന്ത് ചെയ്യണം? നൗ പ്ലേസ് ദീസ് കോക്കനട്ട് ഷെൽസ് ഓൺ ദ ഗ്ലാസ് ടംബ്ലർ ഈച്ച്. അതിനുശേഷം pour water in same quantity in each of the shells. Pour water in same quantity in each of the shells. ഒരേ അളവിൽ വെള്ളം എല്ലാ ചിരട്ടകളിലും ഒഴിക്കണം. ഒരേ അളവിൽ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ചിരട്ടകളിലും ഒഴിക്കണം. ഒബ്സർവ് ഫോർ സം ടൈം. കുറേ നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് നിരീക്ഷിക്കണം. നോട്ടീസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കളക്റ്റഡ് ഇൻ ദ ഗ്ലാസസ്. ഈസ് ഇറ്റ് ദ സെയിം? ഇത് മക്കളെ നമ്മൾ നോക്കണം. നമ്മൾ ചിരട്ട ഗ്ലാസ്സിൻ്റെ മുകളിൽ വെച്ചിട്ടില്ലേ, അതിന് നോക്കുക, കുറച്ച് നേരം നിരീക്ഷിക്കുക. അപ്പം കാണാം ഗ്ലാസ്സിൽ ശേഖരിക്കപ്പെട്ട വെള്ളത്തിൻ്റെ അളവ് നോക്കൂ, ഒരുപോലെ വെള്ളമാണെന്ന് നോക്ക്. ഈ ദ്വാരത്തിൽ കൂടെ വെള്ളം താഴേക്ക് ഇറങ്ങും, ഗ്ലാസ്സിലേക്ക് ഇറങ്ങുമല്ലോ. അപ്പോൾ ഗ്ലാസ്സിൽ വന്ന് നിറഞ്ഞ വെള്ളത്തിൻ്റെ അളവ് ഒരുപോലെയാണോ? വിച്ച് ഓഫ് ദ സോയിൽസ് ഇൻ ദ കോക്കനട്ട് ഷെൽസ് അബ്സോർബ് മോർ വാട്ടർ. ഏത് ചിരട്ടയിലെ മണ്ണാണ് ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചത്? ഏത് ചിരട്ടയിലെ മണ്ണാണ് കൂടുതൽ വെള്ളം കുടിച്ചത്? The capacity to absorb water is not the same for all types of soil. എല്ലാ മണ്ണിനും ജലം സംഭരിക്കാനുള്ള ശേഷി ഒരുപോലെയല്ല. The capacity of sanded soil to absorb water is less. മണൽ മണ്ണിൽ ജലം കളക്ട് ചെയ്യാനുള്ള ഒരു സംഭരണശേഷി കുറവാണ്. അതങ്ങനെ കാരണം അത് മണൽ മണ്ണാണ്. The capacity of red soil that contains organic matter to absorb water is greater. കണ്ടോ മക്കളെ, പിന്നെ മണൽ മണ്ണിന് ജലസംഭരണ ശേഷി അത്രയില്ല. പക്ഷെ ജൈവവസ്തുക്കൾ അലിഞ്ഞു ചേർന്നിട്ടുള്ള ചെമ്മണ്ണിനാണ് ഏറ്റവും കൂടുതൽ ജലം സംഭരിക്കാനുള്ള കഴിവുള്ളതെന്ന് കേട്ടോ. ദ കപ്പാസിറ്റി ഓഫ് റെഡ് സോയിൽ ദാറ്റ് കണ്ടെയ്ൻസ് ഓർഗാനിക് മാറ്റേഴ്സ് ടു അബ്സോർവ് വാട്ടർ ഇസ് ഗ്രേറ്റർ. മക്കളെ, ജൈവവസ്തുക്കളെല്ലാം അലിഞ്ഞു ചേർന്നിട്ടുള്ള ഈ അത് ചപ്പിയോറും ചുള്ളിക്കമ്പുകളും അതുമൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ആ ചുമന്ന മണ്ണിനാണ് ജലം ഇങ്ങനെ പിടിച്ചു നിർത്താൻ കഴിവ് കൂടുതലെന്ന്.
പിന്നെ അതുപോലെ തന്നെ ദ സോയിൽ ദാറ്റ് ഇസ് ഫെർട്ടൈൽ ആൻഡ് ഹസ് ഗ്രേറ്റർ കപ്പാസിറ്റി ടു അബ്സോർവ് വാട്ടർ ഈസ് ദ ബെസ്റ്റ് ഫോർ കൾട്ടിവേഷൻ. മക്കൾ നോക്കിയേ, ദ സോയിൽ ദാറ്റ് ഈസ് ഫെർട്ടൈൽ, ഏത് മണ്ണാണ് കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ളത്? ദ സോയിൽ ദാറ്റ് ഇസ് ഫെർട്ടൈൽ ആൻഡ് ഹാസ് ഗ്രേറ്റർ കപ്പാസിറ്റി ടു അബ്സോർവ് വാട്ടർ ഈസ് ദ ബെസ്റ്റ് ഫോർ കൾട്ടിവേഷൻ. ഓക്കെ, ഇപ്പോൾ ഏത് മണ്ണിന് ജലസംഭരണ ശേഷി കൂടുതലുള്ളത്? ചുവന്ന മണ്ണിന്. അപ്പോൾ ഈ ജലസംഭരണ ശേഷിയും വളക്കൂറുമുള്ള മണ്ണാണ് എന്തിനുള്ളത്? ഫെർട്ടൈൽ ആൻഡ് കപ്പാസിറ്റി ടു അബ്സോർവ് മോർ വാട്ടർ, അതാണ് ബെസ്റ്റ് ഫോർ കൾട്ടിവേഷൻ. ഉണ്ണിക്കുട്ട, ഏത് മണ്ണാണ് നല്ലത് കൃഷിക്ക്? അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള മണ്ണ് ഏതാണ്? ജലസംഭരണ ശേഷിയും വളക്കൂറുമുള്ള മണ്ണാണ് കൃഷിക്ക് ഏറ്റവും ഉത്തമം. ഓക്കെ, മനസ്സിലായല്ലോ ഉണ്ണിക്കുട്ടന്? ഉണ്ണിക്കുട്ട കം, ഐ വിൽ ഷോ യു എ ട്രിക്ക്. ഞാൻ നിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം. ദെയർ ഇസ് എയർ ഇൻസൈഡ് സോയിൽ. ടീച്ചർ ടോൾഡ് മീ സോ. ടീച്ചർ പറഞ്ഞു മണ്ണിൻ്റെ അകത്തും എയർ ഉണ്ടെന്ന്. ആൻഡ് ഇൻസൈഡ് സോയിൽ ഓൾസോ. മണ്ണിൻ്റെ അകത്തും എയർ ഉണ്ടോ? ഉണ്ണിക്കുട്ടൻ വാസ് സർപ്രൈസ്ഡ്. മണ്ണിനുള്ളിലും വായു ഉണ്ടോ? ഉണ്ണിക്കുട്ടൻ ആശ്ചര്യമായി. ടീച്ചർ പറഞ്ഞ് മണ്ണിനുള്ളിലും വായു ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാമെന്ന്. ഉണ്ണിക്കുട്ടൻ വാസ് സർപ്രൈസ്ഡ്. ഉണ്ണിക്കുട്ടൻ ആൻഡ് മണിക്കുട്ടി ആർ പ്രിപ്പയറിങ് ദംസെൽസ് ഫോർ ആൻ എക്സ്പെരിമെൻറ്റ്. വേറൊരു എക്സ്പെരിമെൻറ്റിന് തയ്യാറാകണ. ഈസ് ദെയർ എയർ ഇൻസൈഡ് സോയിൽ ടു. മണ്ണിനകത്തും മണ്ണിനുള്ളിലും വായു ഉണ്ടോ? ഡു യു ഓൾസോ ഷെയർ ഉണ്ണിക്കുട്ടൻസ് ഡൗട്ട്. ഡു യു ഓൾസോ ഷെയർ ഉണ്ണിക്കുട്ടൻസ് ഡൗട്ട്. നിങ്ങൾക്ക് ഉണ്ണിക്കുട്ടനെ പോലെ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം. ഓക്കെ മക്കളെ? ഓക്കെ, ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഇവിടെ വരെ നന്നായി പഠിക്കണം. നിങ്ങൾക്ക് വെനസ്ഡേ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ തരുന്നതായിരിക്കും ഞാൻ. ഇത്രയും വരെ നന്നായി വായിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി ഏത് മണ്ണാണ് കൂടുതൽ വെള്ളം കുടിക്കുന്നത്, ഏതാണ് ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് ഏതെന്ന് മനസ്സിലായി ഇല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഹാവ് എ ഗുഡ് ഡേ.